എടാ മോനെ, അങ്ങനെ നമ്മൾ ഫൈനലി ഡേ 5ലേക്ക് മൂവ് ചെയ്യാണ്. ഡേ 4 വരെ കണ്ട് കംപ്ലീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം നമ്മളെ കോഴ്സ് എത്ര അടിപൊളിയാണ്. അപ്പോൾ ഡേ 5ലേക്ക് വരുമ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ലാംഗ്വേജ് ഒക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കേസല്ലേ ബ്രോ എന്നാണ്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് അലക്സ് ആമോസി പറഞ്ഞ സെയിം സംഭവമാണ്. അതായത് നിങ്ങൾ ഒരു പുതിയ കാര്യം പഠിക്കാൻ നോക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹാർഡായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യാൻ നോക്കണമെന്നുണ്ടെങ്കിൽ, ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്നും ഹാർഡായിട്ട് നിലനിൽക്കില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അത് ഹാർഡാന്ന് പറഞ്ഞിട്ട് അത് ഇട്ടെറിഞ്ഞു പോകും. അപ്പം നിങ്ങൾക്ക് പിന്നെ ഹാർഡായിട്ടുള്ള കാര്യം ചെയ്യേണ്ടി വരുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹാർഡായിട്ടുള്ള കാര്യം പിന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറും. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അപ്പം അതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ലാംഗ്വേജിന്റെ ഈ 10 ഡേയ്സിന്റെ ഒരു സെഷൻ എന്ന് പറയുന്നത് കുറച്ച് ഹാർഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ, പ്രാക്ടീസ് ഓൺ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇപ്പം തന്നെ ഈസി ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനഫ് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സോ വിതൗട്ട് ഫർദർ ഡിലേ, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോൾ നമ്മൾ ഡേ 5ലേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4നെ കുറിച്ച് ഞാൻ അധികം അങ്ങോട്ട് പോകുന്നില്ല. എന്നാലും ഒരു റീക്യാപ്പ് വരാം. ഡേ 1ൽ നമ്മൾ കവർ ചെയ്തത് നമ്മളുടെ സിമ്പിൾ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ ആണ്. ആ സ്ട്രക്ചറിൽ നമ്മൾ ഒരു എഡിറ്റും കൂടി വരുത്തിയിട്ടുണ്ട്. മുന്നത്തെ ക്ലാസ് കണ്ടവർക്ക് അറിയാം. ഇവിടെ നമ്മൾ ഓക്സിലറിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പഠിച്ചതിന് ശേഷം അപ്പോൾ ഇതെന്താന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. സബ്ജക്റ്റീവ്, ഓക്സിലറി, വേർബ്, ഒബ്ജക്റ്റ്, ടൈം. ഇതെന്താന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഡേ 1 ക്ലാസ് പോയി കാണാം. ആൻഡ് ഡേ 2ൽ നമ്മൾ സബ്ജക്റ്റ് എത്ര ടൈപ്പ് ഉണ്ട്, സിംഗുലാർ, പ്ലൂറൽ ഉണ്ട്. വേർബിന് 3 ടൈപ്പ് ഉണ്ട്. വേർബ് V1, V2, V3. അതിൽ V1 ബേസ് ഫോം, V2, V3 ബേസ് ഫോം കഴിഞ്ഞു. ടെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ ആണ്. ആ സ്ട്രക്ചറിൽ നിങ്ങൾ തോട്ട്സ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പല പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ കാര്യം കഴിഞ്ഞതാവട്ടെ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണെന്നൊക്കെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ടെൻസസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡേ 2ൽ നടന്നത്. ഡേ 3 എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ടെൻസസിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ആദ്യം നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ റുട്ടീൻസും ഫാക്ട്സും പറയാൻ പറ്റും. അതായത് ഞാൻ എല്ലാ ദിവസവും പള്ളി പോകാറുണ്ട്, അല്ലെങ്കിൽ എല്ലാ ദിവസവും വർക്കിന് പോകാറുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഫാക്ട്സും ഡെയിലി നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു റുട്ടീൻസ്, ഒരു ഇടവേള ഇട്ടിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുക. അത് വാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡേ 3 പോയി വാച്ച് ചെയ്യുക. അത് മസ്റ്റ് വാച്ച് ആണ്. ആൻഡ് ഡേ 4ലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് പഠിച്ചത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പഠിച്ചത്. അതായത് പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ഐ എം ടീച്ചിങ് റൈറ്റ് നൗ. അതല്ലാന്നുണ്ടെങ്കിൽ ഐ എം കോളിങ് ഹിം. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്തത്. അതേസമയം സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തത് റുട്ടീൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ സ്ട്രക്ചർ, ഫോർമാറ്റ്, അതെവിടെ യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇനിയും പോയിട്ട് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല. അപ്പോൾ അതുവരെയാണ് നമ്മൾ ഡേ 4ൽ കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഡേ 5ലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡേ 5ൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടെൻസിൻ്റെ പേരാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് പെർഫെക്റ്റ് ആയി. അതായത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞു, കഴിഞ്ഞ കാര്യങ്ങൾ സമയം മെൻഷൻ ചെയ്യാതെ പറയുമ്പോഴാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. അപ്പോൾ എവിടെയാണ് ഈ ടെൻസ് യൂസ് ചെയ്യാന്നാണ് നമ്മൾ ഏത് ടെൻസ് പഠിക്കുമ്പോഴും ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. വേർ ടു യൂസ് ദിസ് ടെൻസ്. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്, സമയം മെൻഷൻ ചെയ്യാതെ കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഫുട്ബോൾ കളിച്ചു. അപ്പോൾ ഞാൻ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞു, പക്ഷെ ഞാൻ അവിടെ ടൈം മെൻഷൻ ചെയ്യുന്നില്ല. ചിലപ്പോൾ ഞാൻ ഇന്നലെ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞതാവാം, ഇന്ന് ഫുട്ബോൾ കളിച്ചാവാം, എപ്പോഴെങ്കിലും ഞാൻ ഫുട്ബോൾ കളിച്ചു. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചു. എന്നോട് ഒരാൾ ചോദിക്കുന്നു, നീ ഭക്ഷണം കഴിച്ചോ? ഞാൻ ഭക്ഷണം കഴിച്ചു. സമയം പറയുന്നില്ല. ഞാൻ രാവിലെയാണ് ഭക്ഷണം കഴിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ വേറൊരു സാധനമാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് പറയാനായിട്ട് ഇതാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവൾ വീട്ടിലേക്ക് പോയി, അവൾ പോയി കഴിഞ്ഞു. അപ്പം കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഹോംവർക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ കാര്യങ്ങൾ സമയം മെൻഷൻ ചെയ്യാതെ, അല്ലെങ്കിൽ സമയത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ എന്ത് കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ ഞാൻ ഗ്ലാസ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ ഫോൺ വാങ്ങി, ഇങ്ങനെയുള്ള കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സിമ്പിളാണത്, അതിലൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഇനി അതിൻ്റെ സ്ട്രക്ചർ എന്താണ്?
അപ്പോൾ നിങ്ങൾക്ക് മുന്നത്തെ സ്ട്രക്ചർ നമ്മളെ ബേസിക് സ്ട്രക്ചറിന്റെ ഫോർമാറ്റിലേക്ക് ഞാൻ ഒന്നുകൂടി പോവുകയാണ്. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഓക്സിലറി, വേർബ്, ഒബ്ജക്റ്റ്, ടൈം. ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പോയി വാച്ച് ചെയ്യുക. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ്. അത് സിംഗുലാറിന്റെ പ്ലൂറൽ ഉണ്ട്. സിംഗുലാർ എന്ന് പറഞ്ഞാൽ ഒരാളാണ് ആ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗുലാർ, ഒന്നിലധികം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലൂറൽ. അപ്പോൾ അതാണ് സബ്ജക്റ്റ്. ഓക്സിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ നമ്മളെ ടെൻസസിന്റെ സ്ട്രക്ചറിൽ വരുന്ന ഒരു സാധനമാണ്. അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. അതാണ് എന്ത് ഓക്സിലറി. പിന്നെ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന പ്രവൃത്തി. ഫോർ എക്സാമ്പിൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ, അതൊക്കെയാണ് വേർബായിട്ട് വരാം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ മേലെയാണോ ആ പ്രവൃത്തി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഫുട്ബോൾ ആണ് കളിക്കുന്നത്, അപ്പോൾ ഫുട്ബോളിന്റെ മേലെയാണ് ഞാൻ പ്രവൃത്തി ചെയ്യുന്നത്, അപ്പോൾ അതാണ് ഒബ്ജക്റ്റ്. ആൻഡ് ഫൈനലി ടൈം. ഇതാണ് നമ്മുടെ സെന്റൻസിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്സിലറി ഇപ്പം നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത സാധനമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇപ്പോൾ സെറ്റ് ആണല്ലോ, റുട്ടീൻസ് പറയാൻ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അത് നിങ്ങൾക്ക് അറിയാം. അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യുക. അതായത് സബ്ജക്ട് സിംഗുലാർ ആണെന്നുണ്ടെങ്കിൽ ഡസും, സബ്ജക്ട് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ഡൂവും യൂസ് ചെയ്യുക. പിന്നെ V1 ഒബ്ജക്റ്റ് ടൈം. ഫോർ എക്സാമ്പിൾ ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ട്. എങ്ങനെ പറയാം? ഐ ഡു പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഈ ഡൂവിനെ എടുത്ത് കളഞ്ഞാലും കുഴപ്പമില്ല, ഡൂവിനെ വെച്ചാലും കുഴപ്പമില്ല. ഡു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എംഫസൈസ് ചെയ്ത് പറയാണ്. സോ ഐ ഡു പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഞാൻ ഇന്ന് ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇനി സിംഗുലാറിലേക്ക് വരുമ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, ഐ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ. അത് നിങ്ങൾക്ക് അറിയാലോ. അറിയില്ല എന്നുണ്ടെങ്കിൽ മുന്നത്തെ ക്ലാസ് പോയി വാച്ച് ചെയ്യാം. സോ ഹി, അപ്പോൾ സിംഗുലാറിൽ ഹി വരുമ്പോൾ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഹി ഡസ് പ്ലേ ഫുട്ബോൾ എവറി ഡേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണല്ലേ. അപ്പോൾ ഈ സെയിം സാധനം ഞാൻ ഇങ്ങോട്ടും കൂടി എടുത്ത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ ആണ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ടൈം ഒഴിവാക്കാം. കാരണം ടൈം ഇമ്പോർട്ടൻസ് ഇല്ലാതെ, ടൈം പറയാതെ പറയുമ്പോഴാണ്, ടൈം മെൻഷൻ ചെയ്യാതെ പറയുമ്പോഴാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് അല്ലേ. ചെയ്ത കാര്യങ്ങൾ, സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ ടൈം മെൻഷൻ ചെയ്യാതെ പറയുമ്പോഴാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ടൈം അവിടെ നിന്ന് വെട്ടിക്കളയാം. ബാക്കിയുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഓക്സിലറി, വേർബ്, ഒബ്ജക്റ്റ്. ഇനി സബ്ജക്റ്റ് സിംഗുലാറും വരാം, പ്ലൂറലും വരാം. അപ്പൊ സബ്ജക്റ്റ് സിംഗുലാർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഹാസ് യൂസ് ചെയ്യുക, ഹാസ്. ആൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഹാവ് യൂസ് ചെയ്യുക. ആൻഡ് അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് വേർബ് എപ്പോഴും V3 ആയിരിക്കും, അതായത് തേർഡ് ഫോം ആയിരിക്കും. ആൻഡ് ഫൈനലി ഒബ്ജക്റ്റ്. ഇനി V3 എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. വേർബിന് അതിന് മുന്നേ ഇതൊന്നും കൂടി ഞാൻ പറയാം. അപ്പൊ ഇതാണ് അതിന്റെ സ്ട്രക്ചർ. സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ഓക്സിലറിയുടെ സ്ഥലത്ത് വരുന്നത് ഹാസും ഹാവും. സിംഗുലാർ ആണ് സബ്ജക്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണ് സബ്ജക്റ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഓക്സിലറി ആയിട്ട് ഹാവ് യൂസ് ചെയ്യുക. പിന്നെ വേർബിന്റെ സ്ഥലത്ത് എപ്പോഴും V3 ആയിരിക്കും വരാം. നമ്മൾ മുന്നേ യൂസ് ചെയ്ത് V1 ആണ്. V1 എന്ന് പറയുമ്പോൾ ബേസ് ഫോം, അതാണ് പ്ലേ എന്നൊക്കെ, കളിക്കുക എന്നുള്ളതിന്റെ ബേസ് ഫോം ആണ് പ്ലേ. അപ്പോൾ കളിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് പ്ലേഡ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ പ്ലേ, പ്ലേഡ്. അപ്പോൾ V1 എന്ന് പറയുന്നത് ആ കാര്യത്തിന്റെ ബേസ് ഫോം, ആ കാര്യം ചെയ്യുക എന്നുള്ള മീനിങ് ആയിരിക്കും, കളിക്കുക എന്നുള്ള മീനിങ് ആയിരിക്കും. V2 V3 നോക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം V1 ആ ബേസ് ഫോം ചെയ്ത് കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ കളിച്ചു. V2 V3 എന്നും പറയുന്ന മീനിങ് സെയിം ആണ്, ബട്ട് ചില സമയത്ത് സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നമ്മളെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ V3 ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ പ്ലേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്, കോൾഡ് ആണ്, ആസ്ക്ഡ് ആണ്, ഹെൽപ്ഡ് ആണ്, സോ സ്റ്റാർട്ടഡ് ആണ് യൂസ് ചെയ്യേണ്ടത്, സീന്, മെയ്ഡ്, കം, ഇതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ V3 ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിംഗുലാറിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഹാസ് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഹി എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഹി വന്നു കഴിഞ്ഞാൽ ഹാസ് യൂസ് ചെയ്യുക. ആൻഡ് V3 യൂസ് ചെയ്യുക. V1 എന്ന് പറയുന്ന പ്ലേ, ഒരു ED ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് V3 കിട്ടും ഇവിടെ. ഓക്കെ, അപ്പോൾ ഹി ഹാസ് പ്ലേഡ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞു. ആൻഡ് ഇനി ഒരു പ്ലൂറൽ എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ അയ്യോ, ദേയോ, വിയോ ഏതെങ്കിലും എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ, വി ഹാവ് പ്ലേഡ് ഫുട്ബോൾ, ഞങ്ങൾ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞു. നമ്മൾ ഫുട്ബോൾ കളിച്ചു എന്ന് പറഞ്ഞാലും കളിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇവിടെ മീനിങ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് സിമ്പിൾ ആണ് ഓക്സിലറി റൂള്. ഓക്സിലറി യൂസ് ചെയ്യേണ്ടത്, ഹാസ് യൂസ് ചെയ്യേണ്ടത്. സിംഗുലാർ വന്നു കഴിഞ്ഞാൽ ഹി, ഷീ, ഇറ്റ്, അവൻ, അവൾ, ഇത്, സാം എന്ന് പറയുന്ന ഒരാളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഹാസ് യൂസ് ചെയ്യാം. അയ്യോ ദേവി, ഇത് പഠിച്ചു വെക്കാനുള്ള പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പറഞ്ഞു തന്ന സാധനം അയ്യോ ദേവി, ആ സാധനമില്ലേ, അയ്യോ ദേവി. അപ്പൊ അയ്യോ ദേവി വന്നു കഴിഞ്ഞാൽ ഹാവ് യൂസ് ചെയ്യുക.
ഹി ഷീ ഇറ്റ് വന്നു കഴിഞ്ഞാൽ ഹാസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സാം വന്നു കഴിഞ്ഞാൽ ഹാസ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ സാം ആൻഡ് ആന വന്നു കഴിഞ്ഞാൽ ഹാവ് യൂസ് ചെയ്യുക. ആൻഡ് അഗൈൻ ഇതൊന്നും നിങ്ങൾ പഠിച്ച് മനപ്പാടമാക്കി വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളെ പ്രാക്ടീസ് ഷീറ്റിൽ വന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മൗത്തിൽ ഇത് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അപ്പൊ ഇതാണ് സിംഗുലർ വന്നു കഴിഞ്ഞാൽ ഹാസ് യൂസ് ചെയ്യുക, പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ഹാവ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സിംഗുലർ വന്നു കഴിഞ്ഞാൽ ഹാസ് യൂസ് ചെയ്തു, V3 യൂസ് ചെയ്തു, ഒബ്ജക്റ്റ് വന്നു. അപ്പൊ അതിന്റെ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചോ. അയ്യോ, കുറെ ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഇതൊന്ന് വലുതാക്കി കാണിക്കണം എന്ന്. അപ്പൊ ഞാനൊന്ന് സൂം ചെയ്തോട്ടെ. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒറ്റ ഒരു സെക്കൻഡ്, ഒരു കാര്യം ചെയ്യാം, ഇവനെ പിടിച്ച് നമുക്ക് ഇപ്പുറത്തിടാം. ഓക്കെ ഓക്കെ സോ എന്ത് വന്നു കഴിഞ്ഞാൽ അഗൈൻ നമുക്ക് ഇത് വന്നു കഴിഞ്ഞാൽ സിംഗുലാർ വന്നു കഴിഞ്ഞാൽ ഹാസ് യൂസ് ചെയ്യുക, V3 യൂസ് ചെയ്യുക, ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ സിംഗുലാർ വന്നു, ഹാസ് യൂസ് ചെയ്തു, V3 യൂസ് ചെയ്തു, ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഓപ്ഷണൽ ആണ്, ചില സമയത്ത് യൂസ് ചെയ്യാം, ചില സമയത്ത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഹി ഹാസ് പ്ലേഡ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിച്ചു അല്ലെങ്കിൽ കളിച്ചു കഴിഞ്ഞു. ഷീ ഹാസ് ഫിനിഷ്ഡ് ദി ടാസ്ക്, അവൾ ആ ടാസ്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു, ആ ടാസ്ക് അവൾ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ദ പ്രോസസ്, അത് ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത്. അത് കോണ്ടെക്സ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ വലിയ മീനിങ് ഇല്ല. ലെറ്റ്സ് സേ വേറെ എന്താ എക്സാമ്പിൾ പറയാം, ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് വർക്കിംഗ്, അങ്ങനെയൊക്കെ പറയാം. അത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഓക്കെ, അങ്ങനെ പറയാം. അപ്പോൾ ഞാനിത് കുറച്ചും കൂടി നല്ല എക്സാമ്പിൾസ് ഞാൻ മറ്റേൽ ഇട്ട് തരാം, പ്രാക്ടീസ് ഷീറ്റിൽ ഇട്ട് തരാം. അപ്പോൾ അത് നിങ്ങൾ ഒന്നുകൂടി കീപ്പ് ചെയ്ത് പോയാൽ മതി. അഗൈൻ സിംഗുലാർ വന്നു, സാം എന്ന് പറയുന്നത് സിംഗുലാർ ആണ്, കാരണം ഒരു പേഴ്സൺ ആണ്. അപ്പോൾ നമ്മൾ ഹാസ് യൂസ് ചെയ്തു, ഹാവ് അല്ല യൂസ് ചെയ്യുക, ഹാസ് യൂസ് ചെയ്തു. ആൻഡ് സാം ഹാസ്, പിന്നെ V3 എന്ന് പറയുന്നത് കംപ്ലീറ്റഡ്, ED വന്നേക്കുന്നത് കംപ്ലീറ്റ് ആണ്, V1 ED വന്നപ്പോൾ കംപ്ലീറ്റഡ് ആയി. കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക്, എന്താണ് ഒബ്ജക്റ്റ്? അവന്റെ ഹോംവർക്കിലാണ് ആ പ്രവൃത്തി ചെയ്തേക്കുന്നത്. സോ സാം ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക്, സാം ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? സബ്ജക്ട് സിംഗുലാർ വന്നു കഴിഞ്ഞാൽ ഹാസ് യൂസ് ചെയ്യുക, V3യും ഇതുമായിരിക്കും ബാക്കിയുള്ള സെന്റൻസിന്റെ സ്ട്രക്ചർ. ഒബ്ജക്റ്റ് ഓപ്ഷണലാണ്, ചില സമയത്ത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ വരുമ്പോൾ ഹി എന്ന് പറയുന്നത് സിംഗുലാർ സബ്ജക്ട്, ഷീ എന്ന് പറയുന്നത് സിംഗുലാർ, ഇറ്റ്, സാം ഇതൊക്കെ സിംഗുലാർ. അതുകൊണ്ട് നമ്മൾ ഹാസ് യൂസ് ചെയ്തു. പിന്നെ V3 ആണ് യൂസ് ചെയ്യണത്, പ്ലേ അല്ല യൂസ് ചെയ്യണത്, പ്ലേഡ് ആണ് യൂസ് ചെയ്യണത്, ഫിനിഷ് അല്ല യൂസ് ചെയ്യണത്, ഫിനിഷ്ഡ് ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിന്റെ സ്ട്രക്ചർ കിട്ടും? സിംഗുലാറിൽ സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ കിട്ടി. സിമിലർലി നമ്മൾ പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ഹാവ് യൂസ് ചെയ്യുക. ഹാവ് യൂസ് ചെയ്തിട്ട് V3 ഒബ്ജക്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലൂറലിന് എങ്ങനെ സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെ യൂസ് ചെയ്യാന്ന് മനസ്സിലാക്കാം. സോ ഐ വന്നു, ഐ, യു, ദേ, വി എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അതായത് ഒന്നിലധികം ആൾക്കാരുള്ളതാണ്. അതുപോലെ ഐയും ഇംഗ്ലീഷിൽ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഐ, യു, ദേ, വി വന്നു കഴിഞ്ഞാൽ ഹാവ് യൂസ് ചെയ്യുക, പിന്നെ ആ വേർബിന്റെ V3 യൂസ് ചെയ്യുക. V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഫോം. പ്ലേയിനെ പ്ലേഡ് എന്നാക്കണം, ഫിനിഷിനെ ഫിനിഷ്ഡ് എന്നാക്കണം. അപ്പോൾ ഐ ഹാവ് പ്ലേഡ് ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഫുട്ബോൾ കളിച്ചു. വി ഹാവ് ഫിനിഷ്ഡ് ദ ടാസ്ക്, ഞങ്ങൾ ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് യു ഹാവ് സ്റ്റാർട്ടഡ് ദ പ്രോസസ്, നീ ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പറയില്ല, യു ഹാവ് സ്റ്റാർട്ടഡ് ദ പ്രോസസ്, റൈറ്റ്? അതായത് നീ ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ, അങ്ങനെയൊക്കെ പറയാം. യു ഹാവ് സ്റ്റാർട്ടഡ് ദ പ്രോസസ്, റൈറ്റ്? ആൻഡ് ദേ ഹാവ് കംപ്ലീറ്റഡ് ദെയർ ഹോംവർക്ക്, അവരുടെ ഹോംവർക്ക് ചെയ്തു ഓർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതാണ് എന്ത് സിംഗുലാറും പ്ലൂറലും എങ്ങനെ ഫോം ചെയ്യാം നമ്മളുടെ ഈ സെന്റൻസിന്റെ സ്ട്രക്ചറിൽ. ചെയ്ത് കഴിഞ്ഞു, സമയമില്ലാതെ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പൊ ഇതിലെങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, അതായത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ഷീറ്റിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ സിമ്പിൾ ആണ്, നമ്മൾ ഇത്ര നാൾ പറഞ്ഞു തന്നിട്ടുള്ള സെയിം ഫോർമാറ്റ്, അതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇത് എഴുതാൻ നിങ്ങൾക്ക് അറിയാം. സിംഗുലാർ വന്നു കഴിഞ്ഞാൽ ഹാസ്, ആദ്യം നമുക്ക് സിംഗുലാറിന്റെ കേസ് നോക്കാം. സിംഗുലാർ വന്നു കഴിഞ്ഞാൽ ഹാസ് യൂസ് ചെയ്യുക, V3 യൂസ് ചെയ്യുക, ഒബ്ജക്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഹി ഹാസ് പ്ലേഡ് ഫുട്ബോൾ എന്ന് എഴുതാൻ നിങ്ങൾക്ക് അറിയാം. ഇനി ഓക്സിലറിയുടെ തൊട്ട് പിന്നിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ പ്രവൃത്തി അവൻ ചെയ്തിട്ടില്ല എന്നാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഹി ഹാസ് പ്ലേഡ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവൻ ഫുട്ബോൾ കളിച്ചു. ഹി ഹാസ് നോട്ട് പ്ലേഡ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവൻ ഫുട്ബോൾ കളിച്ചിട്ടില്ല, കളിച്ചു കഴിഞ്ഞിട്ടില്ല, അവൻ ഇതുവരെ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ആൻഡ് ഹി ഹാസിൻഡ്, ഈ ഹാസും നോട്ടും ഒന്ന് ചേർത്ത് എഴുതി കഴിഞ്ഞാലാണ് ഹാസിൻഡ് എന്നാവുക. സോ ഹി ഹാസൻ പ്ലേഡ് ഫുട്ബോൾ, അതാണ് നമ്മളെ
സ്പീക്കിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുക. സോ ഹി ഹാസൻ പ്ലേഡ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞിട്ടില്ല, സെയിം എന്ന മീനിങ്. ആൻഡ് അഗെയിൻ ഈ ഫോർമാറ്റിൽ നിന്ന് നമ്മൾ ഓക്സിലറീനെ ഫ്രണ്ടിലേക്ക് ഇടുമ്പോഴാണ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. അപ്പോൾ ഹാസ് ഹി പ്ലേഡ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിച്ചോ? ഹാസ് ഹി പ്ലേഡ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിച്ചോ? കളിച്ചിരുന്നോ? അതായത് കളിച്ചു കഴിഞ്ഞിരുന്നോ? അതാണ് ചോദിക്കുന്നത്. ഈ മലയാളം എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യാനും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ കൺവേർട്ട് ചെയ്യാൻ നോക്കരുത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ബേസിക്കലി മീനിങ് വരുന്നത് അവൻ ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞോ. അപ്പോൾ ഹാസ് ഹി പ്ലേഡ് ഫുട്ബോൾ, അവൻ ആ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞോ. ഇനി ഹാസിന്റെ കൂടെ ഒരു നോട്ടും കൂടി ചേർക്കുമ്പോൾ ഹാസ് ഹി പ്ലേഡ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞില്ലേ, അങ്ങനെ ഒരു സാധനം അവൻ ഇതുവരെ ചെയ്തില്ലേ, ഒന്ന് എംഫസൈസ് ചെയ്ത് പറയുന്നതാണ് ആ സാധനം. അത് നിങ്ങൾക്ക് അറിയാം, മുന്നേ നമുക്ക് കുറേ വട്ടം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അറിയില്ല എന്നുണ്ടെങ്കിൽ മുന്നത്തെ ക്ലാസ് പോയി വാച്ച് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ പ്ലൂറലിൽ ഇത് വരുമ്പോൾ ഹാവ് യൂസ് ചെയ്യുക, V3 യൂസ് ചെയ്യുക. അപ്പോൾ ദേ ഹാവ് പ്ലേഡ് ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിച്ചു, അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം എഴുതാനായിട്ട്. ഇനി ഹാവിന്റെ അതായത് ഓക്സിലറി, ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി ആണ് ഇവിടെ മീനിങ് ഇല്ലാത്ത സെന്റൻസിന്റെ സ്ട്രക്ചർ ആയിട്ട് വരുന്ന ഒരു സംഭവം. അപ്പോൾ ഹാസിന്റെ ഓക്സിലറിയുടെ ബാക്കിൽ ഒരു നോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ഹാവ് നോട്ട് പ്ലേഡ് ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞിട്ടില്ല. ആൻഡ് ദേ ഈ ഹാവിനെയും നോട്ടിനെയും ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ദേ ഹാവൻറ്റ് പ്ലേഡ് ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മീനിങ്. പിന്നെ ഈ ഓക്സിലറിനെ എടുത്ത് ഫ്രണ്ടിൽ കിട്ടി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കിട്ടും. ഹാവ് ദേ പ്ലേഡ് ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞോ. ഹാവൻ ദേ പ്ലേഡ് ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞില്ലേ എന്നൊരു സാധനം. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്. ഇത് സെയിം സാധനങ്ങളാണ് ഞാൻ പിന്നെയും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാത്തത്. ഇനി നമുക്ക് പ്രാക്ടീസ് ഷീറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്തൊരു ടെൻസ് പഠിക്കുമ്പോഴും നമ്മൾ 4 കാര്യങ്ങളാണ് നോക്കുക. എവിടെ അത് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായി. ഒരു ചെയ്ത് കഴിഞ്ഞ കാര്യം ടൈം മെൻഷൻ ചെയ്യാതെ, ടൈം ഇമ്പോർട്ടൻസ് ഇല്ലാതെ പറയുമ്പോൾ ആണ് ഇത് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഫുഡ് കഴിച്ചു അങ്ങനെയൊക്കെ പറയുമ്പോൾ. ഇനി അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലാറും പ്ലൂറൽ, അത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് സിംഗുലാറും പ്ലൂറലും വരാം. സിംഗുലാർ ആണ് വരുന്നുണ്ടെങ്കിൽ ഓക്സിലറി ഹാസും, പ്ലൂറൽ ആണ് വരുന്നുണ്ടെങ്കിൽ ഹാവും യൂസ് ചെയ്യുക. ആൻഡ് അത് കഴിഞ്ഞ് വേർബിന്റെ സ്ഥലത്ത് V3 ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതാണ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് സെന്റൻസിന്റെ സ്ട്രക്ചർ. ടൈം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം, കാരണം ടൈമിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അത് കഴിഞ്ഞ് എങ്ങനെ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാമെന്ന് നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് ഫൈനലി പ്രാക്ടീസ് ഷീറ്റ് ഓപ്പൺ ചെയ്യാൻ പോണ്. പ്രാക്ടീസ് ഷീറ്റിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പറയണ പോലെ നിങ്ങളുടെ ഓൺ പ്രാക്ടീസ് ഷീറ്റ് ഉണ്ടാക്കാണ്ട് നിങ്ങൾ ഒരിക്കലും ഈ സാധനം പഠിക്കില്ല. അപ്പൊ നിങ്ങൾ ഓൺ പ്രാക്ടീസ് ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കാം? സിംഗുലാറിൽ വരാം. സിംഗുലാറിൽ ഹി, ഷീ, ഇറ്റ്, സാം, പിന്നെ എവ്രി വൺ, എവ്രിബഡി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാം നിങ്ങൾക്ക്. എന്നിട്ട് ആ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ ഓരോ ഡിഫറെന്റ് വേർബ് വെച്ചിട്ട് ഓരോ എക്സാമ്പിൾസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ, റെഡിക്കൽ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൺ പ്രാക്ടീസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ഹി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്, അവന്റെ വർക്ക് ഫിനിഷ് ചെയ്തു. ഹി ഹാസ് നോട്ട് ഫിനിഷ്ഡ് ദ വർക്ക്, അങ്ങനെ എഴുതണ്ട, പകരം ഹി ഹാസൻ ഫിനിഷ്ഡ് ദ വർക്ക്. അതാണ് നമ്മളെ ഇതിൽ യൂസ് ചെയ്യാം. എന്തില് നമ്മളെ സ്പീക്കിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യാം. സോ ഹി ഹാസൻ ഫിനിഷ്ഡ് ദ വർക്ക്, ഹാസ് ഹി ഫിനിഷ്ഡ് ദ വർക്ക്, ഹാസൻ ഹി ഫിനിഷ്ഡ് ദ വർക്ക്. ഓക്കെ, സോറി ഇവിടെ എന്നു വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഹി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഹി ഹാസൻ ഫിനിഷ്ഡ് ദ വർക്ക്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഹാസ് ഹി ഫിനിഷ്ഡ് ദ വർക്ക്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ, ഹാസൻ ഹി ഫിനിഷ്ഡ് ദ വർക്ക്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപോലെ തന്നെ ഹീക്ക് എഴുതി, ഷീക്ക് എഴുതാം, ഇറ്റിന് എഴുതാം. ഇറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് വർക്കിംഗ്, ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് നോട്ട് സ്റ്റാർട്ടഡ് വർക്കിംഗ്, അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഹാസ് ഇറ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ്, ഹാസൻ ഇറ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ്, അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അതായത് കഴിഞ്ഞില്ല അങ്ങനെയൊക്കെ ചോദിക്കുന്ന സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഈ മലയാളം നിങ്ങൾ നോക്കരുത്, കാരണം അതിൽ മിസ്റ്റേക്സ് ഉണ്ടാവാൻ ChatGPT കോപ്പി ചെയ്താണ്. നിങ്ങൾ ആ കാര്യം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സാം വെച്ചിട്ട് ഒരു ആളുടെ പേര് വെച്ചിട്ട് എക്സാമ്പിൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലൂറലില് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്, ഞാൻ എൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തു. ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ് മൈ വർക്ക്, ഹാവ് നോട്ട് യൂസ് ചെയ്യരുത്, ഹാവൻറ്റ് യൂസ് ചെയ്യാൻ നോക്കാം. ഹാവൻറ്റ് യൂസ് ചെയ്ത് ഹാവൻറ്റ് ആണ് എന്തിൽ യൂസ് ചെയ്യുന്നത്? നമ്മളുടെ സ്പീക്കിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. സോ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്, ഐ ഹാവൻ ഫിനിഷ്ഡ് മൈ വർക്ക്, ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്, ഹാവൻ യു ഫിനിഷ്ഡ് യുവർ വർക്ക്. ഞാൻ എൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തു എന്ന് എന്നോട് തന്നെ ചോദിക്കില്ലല്ലോ. അപ്പോൾ യു ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോയിക്കോ. അപ്പോൾ അത് ആദ്യം ഐ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക, യു വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക, ദേ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക, ബി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണത്? നിങ്ങൾ ഈ ഗ്രാമറിനെ കുറിച്ച് ആലോചിക്കാതെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മൗത്തിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, സോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് വേണം? ഇമോഷൻ ഇൻജെക്ട് ചെയ്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്, ഐ ഹാവൻ ഫിനിഷ്ഡ് മൈ വർക്ക്, ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്, അല്ലെങ്കിൽ ഹാവ് ഐ ഫിനിഷ്ഡ് മൈ വർക്ക്. ഞാൻ എന്നോട് തന്നെ ചോദിക്കാം, ഹാവ് ഐ ഫിനിഷ്ഡ് മൈ വർക്ക്, ഹാവൻ ഐ ഫിനിഷ്ഡ് മൈ വർക്ക്, അല്ലെങ്കിൽ ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്, ഹാവൻ യു ഫിനിഷ്ഡ് യുവർ വർക്ക്.
അപ്പൊ അങ്ങനെ ഇമോഷൻ ആഡ് ചെയ്തിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതെല്ലാം അതും 5 റൗണ്ട് പ്രാക്ടീസ് ചെയ്യുക. മൗത്തും ബ്രെയിനും കണക്ട് ആവാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആണ്. 5 റൗണ്ട് പ്ലൂറൽസിനും 5 റൗണ്ട് സിംഗുലാർസിനും പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ പ്രാക്ടീസ് ഷീറ്റ് നാളെയാണ് നമ്മൾ ഫുൾ ആയിട്ട് സെറ്റപ്പ് ചെയ്യുന്നത്. നാളെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രസന്റിലുള്ള 4 ടെൻസും നമ്മൾ നാളെ കവർ ചെയ്ത് കഴിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രാക്ടീസ് ഷീറ്റിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം, സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പിന്നെ ഒരു ടെൻസും കൂടി ഉണ്ട്, അതും കൂടി മെൻഷൻ ചെയ്തിട്ട് അതിന്റെ പ്രാക്ടീസ് മൊത്തം ഇവിടെ ഇടും. അപ്പൊ പിന്നീട് നിങ്ങൾ മോർണിംഗ് എണീക്കുമ്പോൾ ഈ സാധനം മാത്രം പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. ആൻഡ് അഗെയിൻ ഞാൻ പറയുന്നത് ഫസ്റ്റത്തെ 10 ദിവസം നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തേക്കാം. പക്ഷെ ഈ 10 ദിവസം കഴിഞ്ഞാൽ നിങ്ങളെ ബേസിക് ഫൗണ്ടേഷൻ സെറ്റായി 70% ഇംഗ്ലീഷ് നിങ്ങൾക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ 70% സിനാരിയോസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഈസി ആയിരിക്കും, ഈസി പീസി ഇംഗ്ലീഷ് ആയിരിക്കും. സോ അത്രയൊക്കെ ഉള്ളൂ. ബൈ, പ്രാക്ടീസ് ചെയ്യാം.